गंगा विंध्य हिमाचल यमुना गंगा। My country. All Indians are. My brothers and sisters. I love my country. And I am proud of it. Rich and varied heritage. I shall always try to be worthy of it. I shall give my parents. റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവും ആയ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും. നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുകയാണ്. മുഴുവൻ സ്കൂളുകളിലും മുഴുവൻ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ അതിൻ്റെ കൊടിയുയർത്തലും അതിൻ്റെ ഭരണഘടന വായിക്കലും പ്രതിജ്ഞ ചെയ്യലും നമ്മൾ നടത്തുകയാണ്. ഇന്ത്യ എന്ന മഹത്തരമായ നമ്മുടെ മാതൃരാജ്യം അതിൻ്റെ ഏറ്റവും സുന്ദരമായ 77ാം റിപ്പബ്ലിക് ഡേയുടെ സുന്ദരമായ ആഘോഷങ്ങളിലാണ് രാജ്യം മുഴുവൻ. ഇന്ന് ഡൽഹിയിലെ രാജ്പഥിൽ രാഷ്ട്രപതി നേവിയുടെയും അതോടൊപ്പം സൈന്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഏവിയേഷൻ്റെയും എല്ലാ നിലക്കുമുള്ള സല്യൂട്ടുകളെ സ്വീകരിക്കപ്പെടുകയും ഡൽഹിയിലെ റെഡ് ഫോർട്ടിലടക്കം ഇന്ന് വേണ്ട സ്കൂളുകളിൽ മദ്രസകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ഇന്ന് ത്രിവർണ്ണ പതാക ഉയർത്തുകയും ചെയ്യുകയാണ്. മനോഹരമായ രാജ്യം നാം ഇതുപോലെ ഇങ്ങനെ ആഘോഷിക്കപ്പെടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് നാം മനസ്സിലാക്കിന്റെ നിറത്തിന്റെ ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരുമിച്ചിരിക്കാൻ അവസരങ്ങൾ നൽകുമ്പോഴാണ് ആ സമയത്ത് പല ചോദ്യങ്ങൾ വരുന്നത്. ജനിച്ചതിന്റെ പേരിലും വർഗത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും വിവിധങ്ങളായ ചോദ്യങ്ങൾ നിരന്തരമായി ഉയരുകയാണ്. ഈ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഭവം വരുന്നത്. എന്തൊക്കെയോ ഭയം നമ്മെ വല്ലാണ്ട് അലട്ടുകയാണ്. അന്തരീക്ഷം കലുഷിതമായി കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം ഇന്നലെ രാത്രി നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ റിപ്പബ്ലിക് ഡേയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ക്വിസ് കോമ്പറ്റീഷന്റെ ക്വസ്റ്റ്യൻ കൊടുത്തിരുന്നു. ഇന്ന് രാവിലെ ചോദ്യങ്ങൾ ചോദിച്ചു. 60 ചോദ്യങ്ങളാണ്. അതിന് സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ മത്സര ബുദ്ധിയോടെ പറയുകയും അമുക്തമായി മറുപടി നൽകിയ ഫാത്തിമ, അവളാണ് ഫസ്റ്റ് നേടിയിട്ടുള്ളത്. എല്ലാ നിലയ്ക്കുള്ള അഭിനന്ദനങ്ങൾ നൽകുകയാണ്. മത്സരബുദ്ധിയോടെ നടത്തിയ ക്വിസ് കോമ്പറ്റീഷനിൽ 2ാം സ്ഥാനം നേടിയത് ഫാത്തിമ നസ്രിനാണ്. അത് അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. മനോഹരമായി നമ്മുടെ രാജ്യം വിഭാവനം ചെയ്യുന്ന നമ്മുടെ ഭരണഘടന, അതിന്റെ ആമുഖം, അതിന്റെ പ്രിയാമ്പിളാണുള്ളത്. അത് എഴുതാൻ ഏറ്റവും മനോഹരമായി എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞിരുന്നു. അതിൽ 1ാം സ്ഥാനം നേടിയത് നിഹാലയാണ് 1ാം സ്ഥാനം നേടിയത്. അള്ളാഹു തആല അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. 2ാം സ്ഥാനം നേടിയത്